ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ മോന് മദ്രസയിലേക്ക് പോകുമ്പോൾ ഒന്ന് പുറമേയുള്ള കാഴ്ചകളൊക്കെ എടുത്തതാണ്. അങ്ങനെ മോന് മദ്രസയിൽ പോയി, പിന്നെ ഏതാ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു. ഇനി പിന്നെ നമുക്ക് കറി ഉണ്ടാക്കണം, അപ്പം ചുടണം. അങ്ങനെ ഇതാ കുക്കറിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നീരുള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്ത് അതിന് വേണ്ട വെള്ളവും ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് ഒരു 4-5 വിസിൽ അടുപ്പിച്ചിട്ട് എടുക്കണം. പട്ടാണി ഓരോരു പട്ടാണി നല്ല വേവുണ്ട്, ഓരോരു പട്ടാണിക്ക് വലിയ വേവൊന്നുമില്ല. പട്ടാണി എന്ന് വെച്ചെങ്കിൽ ഗ്രീൻ പീസ്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് വേവാനായിട്ട് വെക്കാം. അങ്ങനെ ഇതാ കുക്കറിൽ വെച്ച് കൊടുത്തില്ല. പിന്നെ ഞാൻ ദോശയാണ്, അപ്പമാണ് ഉണ്ടാക്കുന്നത്, നല്ല സോഫ്റ്റ് അപ്പം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ രാത്രി അരച്ച് വെക്കും, രാത്രി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ നമ്മൾ അപ്പം ചുടുന്ന ടൈം ആകുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും, നല്ല സോഫ്റ്റ് ദോശയും ആവും. പച്ചരിയും തേങ്ങയും പിന്നെ ചോറും ഇട്ട് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലേക്ക് അങ്ങനെ പുറമെ വെച്ചാൽ നല്ലപോലെ പൊങ്ങി വന്ന് ഒന്ന് തൂയിപ്പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. 2-3 മണിക്കൂർ മുമ്പ് പുറമെ എടുത്ത് വെച്ചാൽ ഐസ് പോയിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മുടെ മാവ്. അപ്പോൾ അതുപോലെയാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പൊന്നും ചേർത്തിട്ട് ഉപ്പെല്ലാം ഇട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് നേരം മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ദോശ ചുട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. നല്ല അടിപൊളി അപ്പം കിട്ടും നമുക്ക്, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ അങ്ങനെ ആ ദോശ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. മക്കൾ സ്കൂളിലേക്ക് പോവാനുണ്ട് മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് ഉച്ചക്ക് കൊണ്ടുപോകാനും വേണം. അപ്പോൾ കറിയും അപ്പമൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. നല്ലതാണ്, ബോൾസ് നല്ല ബബിൾസ് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ ദോശ ചട്ടിയിൽ കൂട്ടിയ ഉടനെ മൂടി വെക്കരുത്. അതിൻ്റെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കത് മൂടി വെക്കണം. ഓരോ ദോശയും ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചട്ടണി ഉണ്ടെങ്കിൽ നല്ല മസ്റ്റാണ്. ചട്ടണി ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക്. പിന്നെ ഇതാ ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് വന്ന്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം തണുക്കാനായിട്ട്. ഗ്രീൻ പീസും അരച്ച് ചേർത്താൽ നമുക്ക് കറിക്ക് നല്ല കുറുക്കിയ കറി കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കറി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടാണി അരച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പട്ടാണിക്കറി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് കടുവറുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉച്ചക്കേക്ക് പടുവളങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. പടുവളം ഇവിടെ ഞങ്ങൾ പടുവളങ്ങ എന്നാണ് പറയുന്നത്. അങ്ങനെ പടുവളവും കറി വെക്കാൻ വേണ്ടി ചെറുതായി മുറിച്ചെടുത്ത്, പിന്നെ ഇതാ കുറച്ച് ജാസ്തി തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കറിക്കും കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടുക് പൊട്ടിയിട്ടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതാ പരിപ്പ് കറിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഉച്ചക്കേക്ക് പരിപ്പ് കറിയും പടവള കറിയും പിന്നെ മീൻ ഫ്രൈയുമാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഇതിൽ കുറച്ചെടുത്ത് മാറ്റി മറ്റേ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഞാനിതിലേക്ക് പടവലം ചേർത്ത് കൊടുക്കുന്നത്. അതിൽ തന്നെ നീരുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇടലില്ല, ഞാൻ തക്കാളി വേണ്ട. അങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയുമായി. പടവലങ്ങാക്ക് നമുക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് മതി, കുറച്ച് എരിവ് കൂടുതലൊന്നും വേണ്ട. പച്ചക്കറിക്ക് എരിവ് വേണ്ട, കുറച്ചല്ല എരിവ് വേണ്ടി. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് പരിപ്പ് കറിയിൽ നിന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പടവലങ്ങ കറിക്ക് നല്ല ടേസ്റ്റാണ്. പരിപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പടവലങ്ങ കറി നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നമ്മുടെ ശരീരത്തിലെ ഇരുമ്പ് ശക്തി കൂട്ടാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇരുമ്പ് ശക്തി കുറവുള്ളവരൊക്കെ പടവലങ്ങ കറി ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് 1 മിനിറ്റ് നേരം മൂടി വെക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. പിന്നെ ഇതാ ചോറ് ഞാനിതാ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിള വരുമ്പോൾ ഊറ്റിയെടുക്കാം. പിന്നെ രാത്രി ഫ്രൈ ചെയ്ത മീൻ ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ അതന്നെ ഒന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് കോരിയെടുത്താൽ മീൻ ഫ്രൈയും റെഡിയായി. പിന്നെ ചോറുമായി കറിയൊക്കെ ആയിട്ടുണ്ട്. മക്കൾക്ക് സേമിയ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സേമിയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലേക്ക് ഞാൻ കുറച്ച് സേമിയ മസാലയാക്കി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്, നെയ്യിൽ മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പോലെ സേമിയയും സാവക്കയും വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷമാണ് ബാക്കി പാൽ ചേർത്ത് കൊടുക്കുന്നതിന്. പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടായി, പിസ്ത, ബദാം, കാഷ്യൂ, ഇതൊക്കെ നല്ലപോലെ പൊടിച്ച് നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെന്തതിന് ശേഷമാണ് ഞാൻ ബാക്കി പാലും കൂടി, കവറ് പാലാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പാലും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നട്സും നെയ്യിൽ വറുത്ത് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടാതെ ചപ്പ പായസം എടുത്ത് വെക്കണം. എന്നിട്ടായിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നെയ്യ് ചൂടായി വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് നട്സ് ഇട്ട് കൊടുക്കാം. നട്സ് നല്ലപോലെ മൂത്ത് വന്നിട്ടാകുമ്പോൾ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ചപ്പ കുറച്ച് മാറ്റി വെച്ചിട്ട് പഞ്ചസാര ഇടാം. പായസം ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തവരാരും ഇല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇതിനെ ചപ്പ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.